എല്ലാവർക്കും സ്വാഗതം. എഡ്യു സ്കിൽസ് OET മേഡ് ഈസി. OET ആസ്വദിച്ച് പഠിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ആയിരിക്കുക. നിങ്ങൾ ഇത് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കുക, ഒരു ഷെയർ ചെയ്യുകയും ഏറ്റവും അധികം ആൾക്കാരിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ. പ്രത്യേകിച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന OET ആസ്പിരൻസിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം അതാണ്. ഒരാൾ പോലും സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം OET എഴുതാൻ സാധിക്കാതെ പോകരുത്. എഡ്യു സ്കിലിന്റെ എല്ലാ ട്രെയിനിങ് പ്രോഗ്രാംസും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. OET റീഡിംഗ് സ്കിൽസ്. അപ്പൊ ജിസ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എന്താണ്? ജിസ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഓൺ ദ ടോപ്പിക് സെന്റൻസ് ആണ് അല്ലെ. എക്സെപ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഫോക്കസ് ദ പോർഷൻ ആഫ്റ്റർ ദ കോൺട്രാസ്റ്റ് വേർഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ. കമ്പാരിസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഫോക്കസ് ഓൺ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്തെങ്കിലും. കീവേർഡ് ബേസ്ഡ് അല്ലെങ്കിൽ അബൌട്ട് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഫോക്കസ് ഓൺ ദ കീവേർഡ് ഓർ ഫ്രേസ്. പർപ്പസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഫോക്കസ് ഓൺ ദ ടോപ്പിക് സെന്റൻസ് അല്ലെങ്കിൽ ജിസ്റ്റ്, ഇതിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിക്കുന്നിടത്ത്. ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഫോക്കസ് ഓൺ ദ കൺക്ലൂഷൻ. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇൻഫറൻസ് എന്നാണ്, ഡിഡക്ഷൻ, ഇൻഡക്ഷൻ. ഇന്നലത്തെ ഇല്ലെങ്കിൽ ആ വീഡിയോയിൽ നോക്കിയാൽ കൃത്യമായ ഡീറ്റെയിൽസ് ഉണ്ട്. ഫാദർ, ഇത് ജിസ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഫോക്കസ് ഓൺ ടോപ്പിക് സെന്റൻസ് ആണോ? ടോപ്പിക് സെന്റൻസ്. ഓക്കേ, താങ്ക് ജിസ്റ്റ് യു. ടോപ്പിക് സെന്റൻസ് എന്ന് പറയുന്നത് ആ പാരഗ്രാഫിന്റെ ജിസ്റ്റ് ആണ്. IELTS നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഹെഡിങ്, സെലക്ട് ദ ഹെഡിങ്സ് എന്ന് പറഞ്ഞു വരും. അപ്പൊ ഓക്കേ ശരിക്കും ഫാദർ. ആ ടോപ്പിക് സെന്റൻസിന്റെ പാരാഫ്രൈസിംഗ് ആയിരിക്കും കറക്റ്റ് ഹെഡിങ്.